തിരുവനന്തപുരം വലിയതുറയിൽ കടലിൽ ചാടി ജീവനൊടുക്കാൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ശ്രമം. കഴിഞ്ഞ ദിവസം വലിയതുറ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഒഴിപ്പിച്ച മത്സ്യത്തൊഴിലാളികളാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര കാലമായിട്ട് ക്യാമ്പിൽ കഴിയായിരുന്നു? 5 വർഷമാകാൻ പോണം. ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങൾ മരിക്കും. ഇപ്പോൾ വീട് നഷ്ടപ്പെട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് വീടുകളിൽ മൃഗങ്ങൾ നടക്കുന്ന പോലെയാണ് കിടന്ന് അനുഭവിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സാക്ഷിതമായ ഒരു പരിഹാരം ഞങ്ങൾ ചോദിക്കുന്നത്, ഒന്നില്ലേ ഞങ്ങൾക്ക് ഓരോ വീടുകൾ വെച്ച് തരിക, ഇല്ലെങ്കിൽ 3 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും തരാൻ പറഞ്ഞു. ഇതുപോലെ ഗവൺമെന്റിന് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് ഞങ്ങൾ ജീവിക്കേണ്ടത്? വീടില്ലാതെ വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ആ സ്കൂള് നമ്മുടെ ഗവൺമെന്റ് ഒരു സ്കൂൾ അല്ലായിരുന്നു, അതൊരു എയ്ഡഡ് സ്കൂളാണ്. ഒരു 5 കന്യാസ്ത്രീകൾ അടങ്ങുന്ന ഒരു സഭയാണ് അത് രൂപീകരിച്ചത്. ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂള് 2600ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും കൂടെയാണ്. അപ്പം അതൊരു വശം. നവംബർ 1 സ്കൂൾ റീഓപ്പൺ ആയപ്പോൾ ആ സ്കൂൾ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആളുകളോട് നമ്മൾ കൊണ്ടുപോയപ്പോഴും നമ്മൾ ആളുകൾക്ക് അവർക്ക് പാർപ്പിടം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ സ്കൂൾ തുറക്കേണ്ട സാഹചര്യം വന്നപ്പോൾ മുൻകൂട്ടി തന്നെ നമ്മൾ അത് കണ്ട് നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ബദലായിട്ടുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കി തരുമെന്ന്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ വേളിയിൽ നമ്മളൊരു ഹോസ്റ്റൽ റെഡിയാക്കി അവിടെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. അപ്പൊ അവര് പോവില്ല, ദൂരമാണെന്ന് പറഞ്ഞ് അവര് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൗൺസിലർ അയ്യറിനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ SS ശരൺ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ എങ്ങനെയാണ് അവിടെ സാഹചര്യങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോഴും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. അതായത് ഇവർ ഈ കൊച്ചുതോപ്പ് എന്ന സ്ഥലത്തെ നിവാസികളാണ്. ഇവർ വർഷങ്ങളായി കഴിഞ്ഞിരുന്നത് വലിയ തോപ്പ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. സ്വാഭാവികം നമുക്കറിയാം, നവംബർ 1-ാം തീയതി മറ്റ് സ്കൂളുകളെല്ലാം അധ്യയനം ആരംഭിച്ചിരുന്നെങ്കിലും ഈ സ്കൂളിൽ അധ്യയനം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇവരെ ഈ സ്കൂളിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികളെ അധ്യാപകരെ തിരിച്ച് സ്കൂളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവരെ ഒഴിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വലിയതുറ, അതായത് ഞാൻ നിൽക്കുന്ന വലിയതുറ എന്ന സ്ഥലത്തെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഉള്ള ആളുകൾ, അതായത് വലിയതുറയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വീടുകൾ, അതായത് ഈ കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന് ഈ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഇവർക്കൊപ്പമാണ് ഈ കൊച്ചുതോപ്പ് നിവാസികളെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു സൗകര്യമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഇവർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണമെന്നുള്ളത്. എന്നാൽ അത്തരത്തിലൊരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ ക്യാമ്പിൽ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ കഴിയേണ്ട അവസ്ഥയും ഇവർക്ക് ഉണ്ടായിരിക്കും. അതാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ക്യാമ്പിൽ ഒട്ടും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണോ? കഴിയാൻ പറ്റാത്ത അവസ്ഥകളാണ് ഇതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ കൊച്ചു മക്കൾക്ക് പൊടിയടിച്ച് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. എല്ലാ സ്കാനിങ്ങും ചെയ്തിട്ട് പോലും ഒന്നും പറയുന്നില്ല അവർ. അവസാനം പിന്നെ ക്യാൻസറിനാണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത്. ഞങ്ങൾ ഈ വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതുവരേക്ക്. 5 വർഷം കൊണ്ട് ആ കൊടോണിൽ കിടന്ന് ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. ഈ കടലിൽ ചാടാൻ ശ്രമിക്കുന്നു, വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അധികൃതർ ആരും ഇവിടേക്ക് വന്നിട്ടില്ല. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ് ഞങ്ങൾ. ഇതുവരേക്കും ഒരു മന്ത്രിയോ ഒരു MLA വന്ന് ഞങ്ങളൊന്ന് കാണാനോ എന്തരയാതെന്ന് ചോദിക്കാൻ ആരുമില്ല. അതാണ് രഞ്ജിത്ത്, ഇത്ര വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ടും ആരും, മന്ത്രി അടക്കമുള്ള ആരും ഇവിടേക്ക് എത്താത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.